ഹരി ഓം. ദശകം 47, ശ്ലോകം 4. ഉജ്ജലധ്വനിതമുച്ചകൈസ്തദാ സന്നിശമ്യ ജനനീ സമാദ്രുതാ ത്വദ്യശോ വിസരബദ്ധദർശസാ സദ്യ ഏവ ദധി വിസ്തൃതം ക്ഷിതൗ. പദച്ഛേദം നോക്കാം. ഉജ്ജലത് ധ്വനിതം ഉച്ചകൈഃ തദാ. ഉജ്ജലത് ധ്വനിതം, ഉജ്ജലധ്വനിതം പ്ലസ് ഉച്ചകൈഃ തദാ, ഉച്ചകൈഃ തദാ, ഉച്ചകൈസ്തദാ. ഉജ്ജലധ്വനിതമുച്ചകൈസ്തദാ, ഉജ്ജലധ്വനിതമുച്ചകൈസ്തദാ സന്നിശമ്യ ജനനീ സമാദ്രുതാ ത്വത് യശഃ വിസരവത് ദദർശ സാ. ത്വത് യശഃ വിസരവത്, ത്വത് യശഃ വിസരവത് ദദർശ സാ. ത്വദ്യശോ, ത്വത് യശഃ, അതാണ് ത്വദ്യശോ വിസരവത് ദദർശ സാ. ത്വത് യശഃ, അതാണ് ത്വദ്യശോ വിസരവത് ദദർശ സാ. സദ്യഃ ഏവ ദധി വിസ്തൃതം ക്ഷിതൗ. സദ്യ ഏവ ദധി വിസ്തൃതം ക്ഷിതൗ. ഉജ്ജലധ്വനിതമുച്ചകൈസ്തദാ സന്നിശമ്യ ജനനീ സമാദ്രുതാ ത്വദ്യശോ വിസരവദ്ദദർശ സാ. സദ്യ ഏവ ദധി വിസ്തൃതം ക്ഷിതൗ. ശ്ലോകം 4 അന്വയവും അർത്ഥവും. ഇപ്പം ശ്ലോകം 3 നമ്മൾ പറഞ്ഞു, ഉണ്ണിക്കണ്ണൻ ദേഷ്യം വന്നിട്ട് ആ തൈർക്കലം തച്ചുടച്ചു എന്ന്. അപ്പോൾ ഈ 4-ാം ശ്ലോകത്തിൽ ആ തൈർക്കലം തച്ചുടച്ച ആ ഒരു ശബ്ദം കേട്ടിട്ട് എന്താണെന്ന് അമ്മയ്ക്ക് മനസ്സിലായില്ല. ആ ശബ്ദം കേട്ട് അമ്മ വന്ന് നോക്കുമ്പോൾ കല ഉടഞ്ഞ് തൈര് നിലത്ത് പരന്ന് കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അന്വയം. തഥാ ഉച്ചകൈഃ ഉജ്ജലധ്വനിതം സന്നിശമ്യ സമാദ്രുതാ സാ ജനനീ ത്വദ്യശോ വിസരവത് സദ്യഃ ഏവ ക്ഷിതൗ വിസ്തൃതം ദധി ദദർശ. തഥാ, അപ്പോൾ, ഉച്ചകൈഃ ഉറക്കെ, ഉജ്ജലത് പൊങ്ങിയ, ധ്വനിതം ശബ്ദം. തഥാ ഉച്ചകൈഃ ഉജ്ജലധ്വനിതം, അപ്പോൾ ഉറക്ക പൊങ്ങിയ ശബ്ദം. സന്നിശമ്യ കേട്ട്, സമാദ്രുത ഓടിവന്ന, സാ ജനനി ആ അമ്മ. സന്നിശമ്യ സമാദ്രുത സാ ജനനി കേട്ടു ഓടിവന്ന ആ അമ്മ. ത്വദ്യശോ വിസരവത് നിന്തിരുവടിയുടെ കീർത്തിപ്രസരം പോലെ. സദ്യഃ ഏവ, സദ്യഃ ഏവ അപ്പോൾ തന്നെ, പെട്ടെന്ന് തന്നെ. ക്ഷിതൗ നിലത്ത്, വിസ്തൃതം പരന്ന് കിടക്കുന്ന, ദധി ദധി തൈര്, ദദർശ കണ്ടു. സദ്യഃ ഏവ ക്ഷിതൗ വിസ്തൃതം ദധി ദദർശ അപ്പോൾ തന്നെ നിലത്ത് പരന്ന് കിടക്കുന്ന തൈർ കണ്ടു. തൈര് കലമുടയുന്ന ഒച്ച കേട്ടിട്ട് ഓടി വന്ന അമ്മ കണ്ടതെന്താണ്? അങ്ങയുടെ പുണ്യകീർത്തി പാരാക ശുഭ്രമാക്കിക്കൊണ്ട് വ്യാപിക്കുന്നത് പോലെ തൈര് അവിടമാകെ പരന്നൊഴുകുന്നതാണ്. ഉജ്ജലധ്വനിതമുച്ചകൈസ്തദാ സന്നിശമ്യ ജനനീ സമാദ്രുതാ ത്വദ്യശോ വിസരബദ്ധദർശ സാ. സദ്യ ഏവ ദധി വിസ്തൃതം ക്ഷിതൗ.